അസ്സലാമു അലൈക്കും. സഹോദര സമുദായങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമായ അഭിവാദനങ്ങൾ. ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം നമ്മുടെ മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഓൺലൈൻ പ്രചരണ ക്യാമ്പയിൻ ഇന്ന് ആരംഭം കുറിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷവും അനൽപമായ ചാരിതാർത്ഥ്യവുമുണ്ട്. എന്ത് തന്നെയായാലും ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൽ പ്രതീകമായ പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നടത്തിയ ഭരണം ജനങ്ങളിൽ അതിൻ്റെ നേട്ടത്തിൻ്റെ ഒരു വലിയ ചാർട്ട് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 5 വർഷം ഒരു ഗവൺമെന്റും പിന്നീട് മറ്റൊരു ഗവൺമെന്റും എന്ന ഒരു സംഹിത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു മാറ്റം വരുത്തണം. ശ്രീമാൻ സി അച്യുതമേനോന്റെ ഗവൺമെന്റിന്റെ തുടർച്ച തന്നെ ആകണം എന്നാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ തീവ്രമായ ശ്രമം, ഇത്തരം പ്രചരണങ്ങൾ എന്തുകൊണ്ടും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാകും എന്ന് നമുക്കറിയാം. ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഇവിടെ അധികാരത്തിൽ വരണം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വസ്തുതയാണ്. ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നത് ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഇവിടെ അധികാരത്തിൽ വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംബന്ധിച്ചിടത്തോളം അവർ പൊള്ളയായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വാരി വിതറുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ജനാധിപത്യ മുന്നണി ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന ഒരു ഗവൺമെന്റാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ചരിത്രം ഇവിടെ തെളിയിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാസർഗോഡ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എക്കാലത്തും ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ അനുകൂലമായി പ്രതികരിച്ച ഒരു നിയോജക മണ്ഡലം തന്നെയാണ്. പോയ 5 വർഷക്കാലം നമ്മുടെ മണ്ഡലങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ വികസനത്തിന്റെ നിലാവെളിച്ചം കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ MLA ആയ ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്നിന് സാധിച്ചിട്ടുണ്ട് എന്ന് പലരും പറയാതെ തന്നെ നമുക്കറിയാം. തുടർന്നും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പാർട്ടിയായ മുസ്ലിം ലീഗ് പ്രസ്ഥാനം, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ നാമമാണ് കാസർഗോഡ് വീണ്ടും പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ചത് മുതൽ ഈ നിമിഷം വരെ നമ്മുടെ പ്രവർത്തകന്മാർ വിശ്രമം എന്തെന്നറിയാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കരെ. അതുപോലെ തന്നെ കടലിനക്കരയുള്ള ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കടലിനക്കരെ പോയി പ്രവർത്തിക്കുന്ന നിങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് സ്വാഗതാർഹമായ ഒരു വസ്തുത തന്നെയാണ്. എന്ത് വില കൊടുത്തും ഈ ഗവൺമെന്റിനെ നിലനിർത്താനുള്ള, ഇതിന്റെ ഒരു തുടർച്ച ഈ രാജ്യത്ത് സംജാതമാകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങളും കൂടി ഉണ്ടാക്കണം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നിരുന്നാലും പോയകാല ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചു എന്നത് സ്വാഗതാർഹമായ ഒരു വസ്തുത തന്നെയാണ്. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ സംവിധാനം വളരണം, ഈ നാട് തുടരണം, ഈ ഭരണം എന്ന പ്രമേയം അത് ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രമേയം തന്നെയാണ്. ആ പ്രമേയത്തിന് കാതലായ വശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ മുദ്രാവാക്യത്തിൽ അടിയുറച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന കാസർഗോഡ് നിയോജക മണ്ഡലത്തിന്റെ ഈ സംരംഭത്തിന് ഹൃദയംഗമായ അഭിവാദനങ്ങൾ നിർത്തുന്നു.